ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ യേശുവിനെ പിൻഗമിക്കുന്ന യേശുവിൻ്റെ ആടുകളെ കുറിച്ച് കർത്താവ് പറയുമ്പോൾ, യേശുവിൻ്റെ ആടുകൾ യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിക്കുന്നവനാണ് എന്ന് കർത്താവ് ഓർമ്മിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ നാം നല്ല ഇടയനായ കർത്താവിൻ്റെ ആടുകളായി കർത്താവ് നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് നമ്മെ വീണ്ടെടുക്കുവാനിടയായി തൻ്റെ ആടുകളാക്കി നമ്മെ മാറ്റി തൻ്റെ തൊഴുത്തിൽ തന്നോട് കൂടെ ജീവിപ്പാൻ, തൻ്റെ ശബ്ദം കേട്ട് തന്നോട് കൂടെ ജീവിപ്പാൻ ദൈവം നമുക്കിടയാക്കുന്നു. ആകയാൽ നാം എല്ലാവരും കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ പിൻഗമിക്കുന്നവരാണ്. കർത്താവ് തന്നെ പിൻഗമിപ്പാനായി നമ്മോട് ആവശ്യപ്പെടുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യം നമുക്കിങ്ങനെ കാണുവാൻ കഴിയും. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല എന്ന് പറയുന്നു. യേശുവിൻ്റെ ആടുകളായി യേശുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിക്കുന്നവരുടെ ജീവിതത്തിൻ്റെ വ്യക്തമായ അനുഭവമാണ് കർത്താവ് അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല എന്നാണ്. കൂടെ താൻ പറയുന്ന മറ്റൊരു കാര്യം കൂടെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല, അവയെ എൻ്റെ കയ്യിൽ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് ആ വാക്യത്തിൽ കർത്താവ് നമ്മെ ഓർമ്മിക്കുവാനിടയാകുന്നു. ആകയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണരുവാൻ ഇടയാകേണ്ടത്, നാം നമ്മുടെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കർത്താവിനെ പിൻഗമിപ്പാൻ നമുക്കിടയാകുമ്പോൾ നാം ഒരു നാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ നമുക്കിടയാകുമെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാം വാക്യം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകയില്ല. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു നാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ ഇടയാകുമെന്നാണ് കർത്താവ് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നത്. പത്രോസ് അപ്പസ്തോലൻ നമ്മെ ഓർപ്പിക്കുന്നതായ ഒരു കാര്യം നമുക്ക് അപ്പസ്തോലനായ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥമായ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പ്രതിയോഗിയായ ഒരുവനുണ്ട്, സിംഹം പോലെ അലറുന്ന ഒരു പ്രതിയോഗി. ഈ പിശാചിൻ്റെ ഉദ്ദേശം നമ്മെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം ദൈവിക അനുഭവങ്ങളെ പ്രാപിക്കാതെ നിത്യജീവന് അവകാശികളായി തീരാതെ നാശയോഗ്യരായി തീരുവാൻ ഇടയാകണമെന്നുള്ളതാണ് നമ്മെ പിശാചിൻ്റെ ഉദ്ദേശമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം കേട്ട് യേശുവിനെ പിൻഗമിച്ചവനായി, യേശുവിൻ്റെ ശിഷ്യനായി, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലനായി തീർന്നവനാണ് യൂദാസ്. എങ്കിലും പിശാച് തന്നിൽ പ്രവർത്തിച്ചിട്ട്, തന്നിൽ ചിന്തകൾ മാറ്റിയിട്ട്, തന്നിൽ പ്രവേശിച്ചിട്ട് തന്നെ നാശയോഗ്യനാക്കി തീർക്കുവാൻ ഇടയാകുന്നു. അമിതമായി കർത്താവിനോട് കൂടെ നടന്ന യൂദാ അപ്പോസ്തലൻ കർത്താവിനോട് കൂടെ ജീവിച്ചവനായിരുന്നെങ്കിലും, കർത്താവിനെ പിൻഗമിച്ചവനായിരുന്നെങ്കിലും പിശാചിന്റെ വഞ്ചനയിൽ കുടുങ്ങി താൻ നഷ്ടപ്പെട്ട് നശിച്ചു പോകുവാൻ ഇടയാകുന്നെങ്കിൽ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം വളരെ കരുതലോടെ ജീവിക്കേണ്ടത് ആവശ്യമാണ്. പിശാച് നമ്മെ വഞ്ചിക്കുവാൻ ഇടയാകാതെ വണ്ണം നാം നമ്മുടെ ദൈവത്താൽ സൂക്ഷിക്കപ്പെടുവാൻ, കർത്താവ് നമ്മെ കാത്തുകൊള്ളുവാൻ ഇടയാകേണ്ടത് ആവശ്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലാണോ കർത്താവ് പറയുന്നുണ്ട്, നീ എനിക്ക് തന്നവരെ ഞാൻ നിന്റെ നാമത്തിൽ കാത്തുകൊള്ളുവാൻ ഇടയായി എന്ന് കർത്താവ് പറയുന്നു. നാശയോഗ്യനായവൻ ഒഴികെ ആരും നശിച്ചു പോയില്ല എന്ന് പറഞ്ഞിട്ട് കർത്താവ് പിതാവ് തൻ്റെ കയ്യിൽ കൊടുത്തവരെയൊക്കെ ആ പിതാവിൻ്റെ നാമത്തിൽ കാത്തു സൂക്ഷിപ്പാൻ ഇടയായി എന്നാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, സങ്കീർത്തനങ്ങളിലെ ഒരു വാചകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നാം വ്യക്തമായി കൊണ്ടുവരേണ്ടതുണ്ട്. നാം അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ നാമം ബലമുള്ള
ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എന്ന് പറയുവാൻ ഇടയാകുന്നു. യഹോവയുടെ നാമത്തിൽ കർത്താവ് നമ്മെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുമ്പോൾ, ദൈവം നമ്മെ സൂക്ഷിക്കും അഥവാ കർത്താവ് നമ്മെ സൂക്ഷിക്കുമെന്ന് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, നാം കർത്താവിന്റെ നാമമാകുന്ന ആ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നവരാകുവാൻ നമുക്കിടയാകണം. നാം ആ ദൈവത്തിങ്കലെ ആശ്രയത്തിൽ, ദൈവത്തിൽ ശരണപ്പെടുന്നവരായി തീരുന്നില്ല എങ്കിൽ പിശാച് നമ്മെ വഞ്ചിക്കുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. സദൃശ്യവാക്യങ്ങൾ 18-ാം അധ്യായം 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. നാം ദൈവസന്നിധിയിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ നമുക്കിടയാകണം. ശ്രദ്ധിക്കണേ, യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ നാം എത്രത്തോളം സൂക്ഷിക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ പ്രതിയോഗി നമ്മേക്കാൾ ശക്തനാണാകയാൽ നാം നമ്മെ സൂക്ഷിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവം നമ്മെ സൂക്ഷിക്കുവാനിടയായിട്ട് ദൈവികമായ ഒരു കരുതലും സൂക്ഷിപ്പും നമുക്കുണ്ടാകുമ്പോഴാണ് നാം കാക്കപ്പെടുവാൻ നമുക്കിടയാകുന്നത്. ആകയാൽ ആ ബലമുള്ള ഗോപുരത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകുമെങ്കിൽ, നാം 91-ാം സങ്കീർത്തനത്തിൽ ചിന്തിക്കുന്നത് പോലെ കർത്താവിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ, കർത്താവ് തന്റെ തൂവലുകൾ കൊണ്ട് നമ്മെ മറയ്ക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ഈ നാൾക്കളിൽ നാം ആ ചിന്തയോട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നവരായി തീരുവാനിടയാകട്ടെ. അങ്ങനെ നാം ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിക്കപ്പെട്ടവരായിരുന്നാൽ, കർത്താവ് പറയുന്നു, കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറയുന്നു. ആകയാൽ ആ വിധമായ ഒരു സൂക്ഷിപ്പോടെ നാം ആയിരിക്കുമെങ്കിൽ, കർത്താവ് നമുക്ക് നൽകുന്ന ഉറപ്പുണ്ട്, നാം ഒരു നാളും നശിച്ചു പോകയില്ല എന്നുള്ളതാണ്. ഒരു നാളും നാം നശിക്കാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിപ്പാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. അഥവാ നാം നിത്യ രാജ്യത്തിന് യോഗ്യരാകാതെ നിത്യനാശത്തിലേക്ക്, നിത്യനരകത്തിലേക്ക് പോകുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. നമ്മെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവൻ നമ്മെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനാണ്. തന്റെ കരങ്ങളിൽ നമ്മെ മറച്ച് കാത്ത് സൂക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ആകയാൽ ആ ദൈവത്തിന്റെ കരങ്ങളിൽ താണിരിപ്പാൻ ദൈവമക്കളെ നമുക്കിടയായി തീരട്ടെ. വീണ്ടും നാം ആ യേശുവിന്റെ വാക്കുകളെ ഒന്നുകൂടെ ശ്രദ്ധിക്കുമ്പോൾ, അവ ഒരു നാളും നശിച്ചു പോകയില്ല എന്ന് പറയുമ്പോൾ, കർത്താവ് അവയ്ക്ക് നിത്യ ജീവൻ കൊടുക്കുന്നു എന്ന് പറയുവാനിടയാകുന്നു. നാം നിത്യ നരകത്തിൽ പോയി നശിക്കുവാൻ ഇടയാകാതിരിക്കുക കർത്താവ് നമുക്ക് തരുന്ന അനുഭവമാണ് നിത്യജീവൻ എന്നുള്ള ഒരു അനുഭവം. ഈ നിത്യജീവൻ പ്രാപിക്കുമ്പോഴാണ് നാശത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് നിത്യതയിൽ നിത്യനിത്യമായി ദൈവത്തോടുകൂടെ ജീവിപ്പാൻ നമുക്കിടയാകുന്നത്. നരകത്തെ കുറിച്ച് നമുക്കറിയാം, അത് രണ്ടാം മരണം എന്നാണ്. മരിച്ചവരാണ് അവിടെ പോകുവാനിടയാകുന്നത്. ആത്മീയമായി മരണം സംഭവിച്ച് നിത്യമരണത്തിന് അടിമപ്പെട്ടവരൊക്കെയാണ് നരകത്തിലേക്ക് പോകുവാനിടയാകുന്നത്. മരണം എന്നൊരനുഭവം പ്രാപിച്ചവരാരും നിത്യതയിൽ സ്വർഗരാജ്യത്തിൽ കാണപ്പെടത്തില്ല. സ്വർഗരാജ്യത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ജീവനുള്ളവരുടെ ദേശമാണ്. അവിടെ എല്ലാവരും ജീവനുള്ളവരായി, അഥവാ നിത്യ ജീവനുള്ളവരായി ജീവിക്കുന്ന ഒരനുഭവമാണ്. ആകയാൽ ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നെത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് വരുവാനിടയായത്. നാം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും അത്രേ ഞാൻ വന്നത് എന്ന് പറയുന്നു. യേശു നമുക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് വന്നത് എന്ന് പറയുന്നു. എന്നാൽ ആ ജീവൻ പ്രാപിക്കുന്നത് നമുക്കറിയാം, നാം യേശു മരിച്ച മരണത്തോട് ഏകീഭവിക്കുന്നതിനാലാണ്. യേശു
യേശുവിന്റെ മരണത്തിൽ പങ്കുള്ളവരായി തീരുമ്പോഴാണ് നാം ആ ജീവൻ ഉള്ളവരായി തീരുവാൻ ഇടയാകുന്നത്. ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കുള്ളവരാകുവാൻ തക്കവണ്ണം നാം പ്രാപിച്ചതായ സ്നാനത്തിലൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്നവരായി ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമുക്കിടയാകും. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ജീവന്റെ അപ്പമായി കർത്താവ് നമുക്ക് കൊടുക്കപ്പെട്ടിട്ട് നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ മന്നയായി സ്വർഗീയ അപ്പമായി ഓരോ നാളും ദൈവത്തിൽ നിന്ന് വചനങ്ങൾ അരുളപ്പാടുകൾ നമുക്ക് നൽകി നമ്മെ ജീവനിൽ നിന്ന് ജീവനിലേക്ക് വളരുവാനിടയാക്കുന്നു. മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ നമുക്കറിയാം കർത്താവ് കർത്തൃമേശ എന്നൊരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ അപ്പം തിന്നുകയും കർത്താവിന്റെ മാംസം തിന്നുകയും കർത്താവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവൻ ഉണ്ട് എന്ന് പറയുവാൻ ഇടയാകുന്നു. അങ്ങനെ ജീവനുള്ളവരായവരെ ജീവന്റെ സമൃദ്ധിയിലേക്ക് കടത്തിയിട്ട് കർത്തൃമേശയിലൂടെ അവർ നിത്യ ജീവനുള്ളവരായി തീരുവാൻ, അഥവാ യേശുവിന്റെ മരണത്തിന്റെ ഉദ്ദേശം പൂർണ്ണതയോട് നിറവേറത്തക്കവണ്ണം നാം നിത്യ ജീവൻ പ്രാപിപ്പാൻ ഇടയാകുമെന്നാണ്. ആ അനുഭവത്തെ ഓർപ്പിച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ പിൻഗമിക്കുന്നവൻ ഒരു നാളും നശിച്ചു പോകുകയില്ല, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുമെന്ന്. കർത്താവിന്റെ വചനത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കളെ, കർത്താവ് നമുക്ക് നിത്യജീവൻ തരിക എന്നുള്ളത് ദൈവത്തിന്റെ വ്യക്തമായ ഹിതമാണെന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പുത്രനിൽ വിശ്വസിച്ചുകൊണ്ട്, അഥവാ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് തന്റെ അടുക്കൽ വരുന്നവരെല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് പിതാവിന്റെ ഇഷ്ടം എന്ന് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ അവിടെ യേശു പറയുന്നു, തന്റെ അടുക്കൽ വന്ന് തന്നിൽ വിശ്വസിക്കുന്നവർ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണം, അതാണ് പിതാവിന്റെ ഇഷ്ടമെന്നാണ്. മറ്റൊരു വാക്കൂടെ കർത്താവ് ചേർത്തു പറയുന്നുണ്ട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കും എന്ന് പറവാനിടയാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യജീവൻ ഉള്ളവരായി നാം തീരുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം ഉയർപ്പിക്കപ്പെടുക എന്നുള്ളതാണ്. അഥവാ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ നാം യോഗ്യരായി ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ആ വാക്ക് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല 54-ാം വാക്യത്തിലാണോ നാം വായിക്കുമ്പോൾ കർത്തൃമേശയുടെ അനുഭവമായ യേശുവിന്റെ മാംസം തിന്നുകയും യേശുവിന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ അനുഭവത്തെ കുറിച്ച് പറയുമ്പോഴും അവിടെ അവർക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഞാൻ അവരെ ഉയർപ്പിക്കുമെന്ന് പറയുന്നു. ഈ രണ്ട് വേദഭാഗങ്ങളും നാം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ധൈര്യം എന്തെന്ന് ചോദിച്ചാൽ, കർത്താവ് നമുക്ക് നിത്യജീവൻ നൽകും എന്ന് പറയുമ്പോൾ നാം ഉയർപ്പിക്കപ്പെടുവാൻ, ഒടുക്കത്തെ നാളില് പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ നമുക്കിടയാകും എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നാം കർത്താവിന്റെ കരങ്ങളിൽ താണിരുന്ന് ദൈവത്തിന്റെ സൂക്ഷിപ്പ് അനുഭവിച്ചുകൊണ്ട് ഒരു നാളും നശിച്ചു പോകാതെ നിത്യജീവനുള്ളവരായി തീരുമെങ്കിൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിന്റെ ധൈര്യം എന്ന് പറയുന്നത് നാം ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയാകും. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ നാളിൽ നാമും കർത്താവിനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുന്നവരായി ആ ക്രിസ്തുയേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ നമുക്കിടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ നാം കർത്താവിന്റെ കരത്തിൽ സൂക്ഷിക്കപ്പെടുവാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് നമ്മോട് പറയുന്ന ഒരു വാക്കുണ്ടെന്താണ്, തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പിൻ എന്ന് പറയുന്നു. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 6-ാം വാക്യം. അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പിൻ. ശ്രദ്ധിക്കണേ, നാം സൂക്ഷിക്കപ്പെടേണ്ടതിന് കർത്താവിന്റെ കയ്യിൽ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കേണ്ടതിനായി നാം നമ്മെ തന്നെ കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, തന്റെ കരം കൊണ്ട് മറച്ച് കരം കൊണ്ട് കർത്താവ് നമ്മെ കാത്തു സൂക്ഷിക്കുവാനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പോസ്തലൻ നമുക്കൊരു പ്രത്യാശയുടെ വാക്യം കൂടെ ഓർപ്പിക്കുന്നു. എന്താണ്? തക്ക സമയത്ത് കർത്താവ് നമ്മെ ഉയർത്തുവാനിടയാകുമെന്നാണ്. ഈ ഉയർപ്പ് എന്താണ്
എന്താണെന്നുള്ളത് നാം ഉണരുമ്പോഴാണ് മുൻപേ കണ്ട അനുഭവത്തെ നമുക്കൊന്നുകൂടെ ഉറയ്ക്കുവാനിടയാകുന്നത്. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിലല്ലേ കർത്താവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. തക്ക സമയത്ത് ആ പ്രത്യക്ഷത വെളിപ്പെടുവാൻ ഇടയാകുമെന്നാണ്. നമ്മുടെ കർത്താവ് എന്ന് വരുമെന്നുള്ളത് നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് പറയുന്നു. സ്വർഗസ്ഥനായ പിതാവ് തന്റെ മനസ്സിൽ കുറിച്ച് വെച്ചിരിക്കുന്ന മുൻനിർണയ പ്രകാരമുള്ള ദിവസത്തിലാണ് കർത്താവ് രണ്ടാമതും വെളിപ്പെടുവാൻ ഇടയാകുന്നത്. എന്നാൽ നമുക്കൊരു ധൈര്യമുണ്ട്, അഥവാ തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. കർത്താവ് എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ നമുക്ക് തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ പറയുവാൻ ഇടയാകുന്ന ഒരു വാക്ക്, തക്ക സമയത്ത് ആ പ്രത്യക്ഷത ഉണ്ടാകുമെന്നാണ്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവർ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷത എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു വ്യക്തമായ ഉത്തരമുണ്ട്, തക്ക സമയത്ത്. അങ്ങനെയെങ്കിൽ നാം മുമ്പേ വായിച്ച വാക്യവും നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നാം താണിരിക്കുമെങ്കിൽ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനിടയാകും. അങ്ങനെയെങ്കിൽ ആ തക്ക സമയത്ത് നമ്മെ ഉയർത്തുക എന്ന് പറയുന്നത് തക്ക സമയത്ത് പ്രത്യക്ഷനാകുന്ന കർത്താവിന്റെ പ്രത്യക്ഷതയിൽ നാമും തേജസ്കരിക്കപ്പെട്ടവരായി വാനമേഘങ്ങളിലേക്ക് ഉയർത്തപ്പെടുവാനിടയാകുന്ന അനുഭവം, കർത്താവിനെതിരേൽപ്പാൻ വാനമേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്ന അനുഭവമാണ് അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുവാൻ ഇടയാകുന്നത്. അപ്പോസ്തലനായ പത്രോസ് നമ്മെ ഓർപ്പിക്കുവാൻ ഇടയാകുന്നത്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്താൽ ആ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയായാൽ നമ്മുടെ കർത്താവ് എപ്പോൾ പ്രത്യക്ഷനാകുന്നു അപ്പോൾ നാമും അവരോടുകൂടെ ഉയർപ്പിക്കപ്പെടുവാൻ എഴുന്നേൽപ്പിക്കപ്പെടുവാൻ ഇടയാകും. അഥവാ ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാന നാളിൽ നിത്യജീവനുള്ളവരായി നാം ഉയർക്കുവാൻ നമുക്കിടയാകും. അഥവാ ഇനി നമ്മുടെ ജീവിതം കർത്താവിന്റെ വരവിൽ നാളുകൾക്ക് മുൻപേ കടന്നുപോയി എന്നിരിക്കട്ടെ, കർത്താവിന്റെ വരവ് നമ്മുടെ മരണത്തിന് ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ അനുഭവം ചോദിച്ചാൽ, യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിലല്ലേ യോബിന്റെ ജീവിതാനുഭവത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്, തക്ക സമയത്ത് കറ്റകൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും എന്ന് പറയുന്നു. യോബിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ കുറിച്ച് പറയുന്ന ഒരു അനുഭവമാണത്. യോബിന്റെ പുസ്തകം 5-ാം അധ്യായം 26-ാം. തക്ക സമയത്ത് കറ്റകൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ നീ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. ശ്രദ്ധിക്കണേ, തക്ക സമയത്ത് പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കും. പൂർണ്ണ വാർദ്ധക്യം എന്നുള്ളത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. സമയത്തിന് മുൻപേ കടന്നു പോകുന്നവരാകരുത്. ദീർഘായുസ് കൊണ്ട് നമ്മെ തൃപ്തി വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമാകയാൽ ദൈവമക്കൾ ജീവിതത്തിൽ എപ്പോഴും അത് ദൈവത്തോട് പ്രാർത്ഥിച്ച് പ്രാപിക്കുവാൻ ഇടയാകണം. ആ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ദൈവം നമുക്ക് തരുന്ന പൂർണ്ണ വാർദ്ധക്യത്തിൽ നമ്മിൽ തന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി നാം കറ്റകൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ, അഥവാ നിറഞ്ഞ മണികളുള്ളവരായി ഫല സമൃദ്ധിയുള്ളവരായി ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുവാൻ, അഥവാ കർത്താവിന്റെ വരവിന് യോഗ്യരായി ഈ ലോകം വിട്ട് കടന്നു പോകുവാൻ ഇടയാകുമെന്നാണ്. നമ്മുടെ കടന്നുപോക്കിന്റെ ദിവസവും നാം ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. നാം കടന്നു പോകുമെന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്ന് കടന്നു പോകുമെന്ന് ചോദിച്ചാൽ കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം പറയുന്നത് പോലെ നമ്മുടെ മരണത്തെ കുറിച്ച് നമുക്ക് പറയുവാൻ ഇടയാകുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? തക്ക സമയത്ത്. തക്ക സമയത്ത് ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകുമെന്ന് നമുക്ക് പറയാനിടയാകും. കർത്താവിന്റെ വരവിനെ കുറിച്ച് നാം അത് തന്നെയാണ് കണ്ടത്. അങ്ങനെയെങ്കിൽ യോബിന്റെ ജീവിതാനുഭവത്തെ നാം ഉണരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവമാക്കുവാൻ ഇടയാകുമെങ്കിൽ തക്ക സമയത്ത് കറ്റകൂമ്പാരം അടുക്കി വെക്കുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ കല്ലറയിൽ കടക്കുവാൻ നമുക്കും ഇടയായാൽ അതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ തക്ക സമയത്ത് തന്റെ പ്രത്യക്ഷത വെളിപ്പെടുമ്പോൾ അതിനൊരുക്കപ്പെട്ടവനായി ദൈവത്തിന്റെ സമയത്ത് കല്ലറയിൽ പ്രവേശിച്ച നാമം കാഹള
ശബ്ദം കേൾക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുമെന്ന ആ വലിയ പ്രത്യാശയോട് സന്തോഷത്തോട് നാമും വെളിപ്പെടുവാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. ആകയാൽ ജീവിച്ചാലും നമുക്ക് തക്ക സമയമാണ്. അഥവാ കർത്താവിന്റെ വരവ് നമ്മുടെ ജീവിതത്തിൽ ആണെങ്കിൽ അതും നമുക്ക് തക്ക സമയത്ത് തന്നെയാണ്. മരണവും തക്ക സമയത്ത്, കർത്താവിന്റെ ഉയർപ്പും തക്ക സമയത്ത്. ഈ തക്ക സമയത്തെ അനുഭവം നാം പ്രാപിക്കണമെങ്കിൽ എന്തു വേണം? കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പാൻ ഇടയാകണം. ശ്രദ്ധിക്കണേ, യൂദാസ് യേശുവിന്റെ വിളി കേട്ട് യേശുവിനെ പിൻഗമിച്ചവനാണ്, യേശുവിന്റെ ശിഷ്യനായി തീർന്നവനാണ്, ഇനിയും ഉയർന്ന സ്ഥാനത്തേക്ക് യേശുവിന്റെ അപ്പസ്തോലനായി വന്നവനാണ്. പക്ഷേ തന്നെ ദൈവകരങ്ങളിൽ സൂക്ഷിക്കേണ്ടതിനെ ഏൽപ്പിക്കുവാൻ, ആ കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പാൻ തനിക്ക് കഴിയാതെ പോയതുകൊണ്ട് താൻ നഷ്ടപ്പെട്ട് നശിച്ചു പോകുവാൻ ഇടയാകുന്നു. ആകയാൽ നാം ഉണരണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ കരത്തിൽ നാം കാക്കപ്പെടുവാൻ, സൂക്ഷിക്കപ്പെടുവാൻ ഇടയാകണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ കാത്ത് സൂക്ഷിക്കുവാൻ ഇടയാകും. ദൈവം നമുക്ക് അഗ്നി മതിലായിരിക്കുമെന്ന് പറയുന്നു. ഇസ്രായേലിന്റെ ജീവിതാനുഭവത്തിൽ നാം വായിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന് അഗ്നി മതിലായി അവരെ സൂക്ഷിക്കുവാൻ ഇടയായി. സക്കറിയാ പ്രവചനം 2-5 ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കും സൂക്ഷിപ്പ് ആവശ്യമാണ്. നാം ദൈവത്തിന്റെ സൂക്ഷിപ്പ് ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ചുറ്റും നമ്മുടെ കർത്താവ് തീ മതിലായിരിക്കാൻ ഇടയാകുമെന്നാണ്. വീണ്ടും നാം ഭക്തനായ ഇയ്യോബിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു അനുഭവം എന്താണ്? ഇയ്യോബിനും ഇയ്യോബിന്റെ ഭവനത്തിനും ഇയ്യോബിനുള്ള സകലത്തിനും ചുറ്റും കർത്താവ് വേലി കെട്ടി സൂക്ഷിച്ചു എന്നാണ്. ദൈവികമായ ഒരു സൂക്ഷിപ്പ് ഇയ്യോബിനും ഭവനത്തിനും ഉണ്ടാകുവാനിടയാകും. ഇയ്യോബിന്റെ പുസ്തകം 1-10 നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിലും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? പിശാച് പറയുകയാണ്, നീ അങ്ങനെ വേലി കെട്ടിയിട്ടില്ലയോ? ആ വേലികെട്ടിൽ ഇയ്യോബ് ജീവിച്ചതുകൊണ്ട് ഇയ്യോബിനെ കുറിച്ച് നമുക്ക് സന്തോഷത്തോടെ പറവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഇയ്യോബ് തന്നെ നമ്മെ ധൈര്യത്തോടെ പറഞ്ഞ് കേൾപ്പിക്കുന്ന അനുഭവം. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി എന്റെ വീണ്ടെടുപ്പുകാരനെ കാണുന്നില്ല. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു എന്നും ഒടുവിൽ അവൻ പൊടിയിൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എന്റെ ത്വക്ക് ഇങ്ങനെ ക്ഷയിച്ചു പോയാലും ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അന്യനല്ല, എന്റെ സ്വന്തം കണ്ണ് തന്നെ അവനെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് ഇയ്യോബ് ദൈവത്തിൽ ധൈര്യപ്പെട്ട് കർത്താവിന്റെ പ്രത്യക്ഷതയിൽ താൻ കർത്താവിനെ കാണുമെന്നുള്ള ആ ശ്രേഷ്ഠവേറിയ അനുഭവത്തെ വെളിപ്പെടുത്തുവാനിടയാകുന്നു. ഇയ്യോബിന്റെ പുസ്തകം 19-25 അവിടെ വ്യക്തമായി താൻ പറയുന്നു എന്താണ്? കർത്താവിനെ താൻ തന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാകുമെന്ന്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നാം വായിക്കുമ്പോൾ, 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഉണരുവാൻ ഇടയാകുന്ന ഒരു അനുഭവം. കർത്താവിനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ടാണ് നാം കർത്താവിനോട് സദൃശ്യരായി രൂപാന്തരപ്പെട്ട് എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകുന്നത്. ആ പ്രത്യാശ നമുക്ക് ഉണ്ട് എങ്കിൽ, ആ പ്രത്യാശയോടെ നാം കാത്തിരിക്കുമ്പോൾ നമുക്ക് ഇയ്യോബിനെ പോലെ ധൈര്യമായി പറയുവാൻ കഴിയണം, അന്യനല്ല, ഞാൻ തന്നെ എന്റെ സ്വന്തം കണ്ണ് തന്നെ എന്റെ വീണ്ടെടുപ്പുകാരനെ കാണുമെന്ന്. ആ ഒരു പ്രത്യാശയോടെ ഇയ്യോബ് ജീവിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ പിശാച് തന്നെ പറയുന്നു, ഇയ്യോബിനും ഇയ്യോബിന്റെ ഭവനത്തിനും ഇയ്യോബിനുള്ള സകലത്തിനും ചുറ്റും എന്ത് ചെയ്തിരിക്കുകയാണ്? ദൈവം വേലികെട്ടി സൂക്ഷിച്ചിരിക്കുകയാണെന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിക്കുവാനിടയാകും. തന്റെ കരത്തിൽ നമ്മെ മറച്ച് കാത്തുകൊള്ളുമെന്ന് പറയുമ്പോൾ ആത്മീയമായി മറ്റൊരു അനുഭവത്തിലേക്ക് നാം വരുന്നത് ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിപ്പാൻ ഇടയാകുമെന്നുള്ളതാണ്. ആരെയാണ് കർത്താവ് വേലികെട്ടി സൂക്ഷിക്കുക എന്ന് ചോദിച്ചാൽ 2 അനുഭവങ്ങൾ നമുക്ക് ഉണരുവാനിടയാകും. ഒന്ന്, ഉത്തമഗീതം നാം വായിക്കുമ്പോൾ അവിടെ തന്റെ കാന്തയെ കുറിച്ച്, തന്റെ പ്രാവും നിഷ്കളങ്കയുമായവളെ കുറിച്ച് പറയുന്നു. അവൾ കെട്ടി അടയ്ക്കപ്പെട്ട
തോട്ടമാണ് എന്ന് പറയുന്നു. ഉത്തമഗീതം 4-ാം അധ്യായം 12-ാം വാക്യം. എന്റെ സഹോദരി, എന്റെ കാന്ത കെട്ടി അടച്ചിരിക്കുന്ന തോട്ടം. ഒരു തോട്ടം കെട്ടിയടച്ച്, വേലി കെട്ടി അടച്ച് സൂക്ഷിക്കുന്ന അനുഭവത്തിൽ ആ കാന്തയെ കുറിച്ച് പറയാനിടയാകും. ഇത് വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള അനുഭവമാണ്. നാം ദൈവത്തിനുള്ളവരാകയാൽ, ദൈവത്തിന്റെ കാന്തയാകയാൽ കർത്താവ് നമ്മെ കെട്ടിയടച്ച്, വേലി കെട്ടി അടച്ച് സൂക്ഷിക്കുവാനിടയാകുന്നു. തീ മതിലായി നമ്മെ കാത്തു സൂക്ഷിക്കുവാനിടയാകുന്നു. ഇനിയും യെശയ്യാപ്രവചനം 5-ാം അധ്യായം നാം വായിക്കുമ്പോൾ എന്റെ പ്രിയതമന് ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ആ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവത്തെ നാം ചിന്തിക്കുമ്പോൾ അത് സഭയാം തോട്ടമാണ് എന്ന് നമുക്ക് കാണുവാനിടയാകും. ആ സഭയാം തോട്ടത്തെ കർത്താവ് പരിപാലിക്കുവാനായി ചെയ്യുന്ന ഒന്നാമത്തെ പ്രവൃത്തി ആ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടുവാൻ ഇടയാകുന്നു എന്നുള്ളതാണ്. യെശയ്യാപ്രവചനം 5-ാം അധ്യായം 1-2 വാക്യം. ഞാൻ എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ടുപാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി കല്ല് പെറുക്കി കളഞ്ഞു. ഇങ്ങനെ ആ തോട്ടത്തെ പരിപാലിച്ച്, അല്ലെങ്കിൽ അത് നല്ല മുന്തിരിത്തോട്ടമാകുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. നല്ല മുന്തിരിത്തല നട്ട് അതിന് അടുത്തൊരു ഗോപുരം പണിത് പിന്നെ ചക്കുമൊക്കെ ഉണ്ടാക്കി നല്ലൊരു മുന്തിരിത്തോട്ടമാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാമത്തെ പ്രവൃത്തി എന്താണ്? അതിന് ചുറ്റും വേലി കെട്ടുവാനിടയാകുന്നു. ദൈവസഭയും ദൈവമക്കളും ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്നവരാണ്. വേലി കെട്ടി സൂക്ഷിപ്പാൻ ഇടയാകുമെന്നുള്ളതാണ് സത്യം. എന്തിനാണ് ദൈവം നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം പ്രാപിക്കേണ്ട അനുഭവങ്ങളൊക്കെ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകേണ്ടതിനാണ്. ആ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാകുവാൻ ദൈവത്താൽ നാം സംരക്ഷിക്കപ്പെട്ട് അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, സഹായങ്ങൾ ഒക്കെ നൽകി നമ്മെ ആ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവരുവാനാണ് ദൈവം നമ്മെ വേലി കെട്ടി തന്റേതാക്കി, തനിക്കുള്ളവരാക്കി നമ്മെ മാറ്റി നമ്മെ സഹായിപ്പാൻ ഇടയാകുന്നത്. ദൈവമക്കളെ, നമുക്കറിയാം വഴിയിൽ എത്രയോ മരങ്ങളുണ്ട്, എത്രയോ ചെടികളുണ്ട്, ഏതെല്ലാം പറമ്പിൽ എന്തെല്ലാം മരങ്ങൾ, ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ നാം പരിപാലിക്കുന്നെങ്കിൽ നാം വേലി കെട്ടി നമുക്കുള്ളതായി മറച്ച് സൂക്ഷിച്ച് ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുന്ന നമ്മുടെ ആ ചെടികൾക്കാണ്, അല്ലെങ്കിൽ നമ്മുടെ ആ തോട്ടത്തിനാണ് നമ്മുടെ പരിചരണം ഉണ്ടാകുവാൻ, സഹായം ഉണ്ടാകുവാൻ ഇടയാകുന്നത്. ആകയാൽ തന്നെ ദൈവത്തിനുള്ളവരാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ദൈവത്തിന്റെ സൂക്ഷിപ്പിലായിരിക്കുന്നവരാണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം തന്റെ സഭയെയും തനിക്കുള്ളവരെയും വേലികെട്ടി സൂക്ഷിപ്പാനിടയാകുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, പിശാച് യോബിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, വെറുതെയോ അവൻ ഭക്തനായിരിക്കുന്നത്. വേലികെട്ടി സൂക്ഷിച്ചതിനാൽ യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എന്താണെന്ന് പിശാച് അവിടെ വ്യക്തമായി പറയുന്നു. യോബ് അത് നിമിത്തം ഭക്തനായി തീരുവാനിടയായി എന്നാണ്. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത്, നീ അവനും അവന്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? ശ്രദ്ധിക്കണേ, യോബിനും യോബിന്റെ ഭവനത്തിനും യോബിനുള്ള സകലത്തിനും ചുറ്റും കർത്താവ് എന്തിനാണ്? വേലി കെട്ടി സൂക്ഷിക്കുവാനിടയായെന്ന്. അതുകൊണ്ട് യോബിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട അനുഭവമായി സാത്താൻ പറയുന്നത് എന്താണ്? അവൻ ഭക്തനായി തീരുവാനിടയായി എന്നാണ്. ഭക്തനായി തീരുവാനിടയായി. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് ഭക്തിയോടെ ജീവിക്കുന്നുണ്ടോ? ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നാം ആരായിരിക്കും? ഭക്തിയോടെ ജീവിക്കുന്നവരായിരിക്കും കേട്ടോ. ഇന്ന് ഭക്തിയോടെ ജീവിക്കാൻ കഴിയാതെ അഭക്തരായും കപടഭക്തിക്കാരുമായൊക്കെ നാം ജീവിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കണേ, നമ്മുടെ വേലി പൊളിഞ്ഞു പോയിട്ടുണ്ട്.
നമ്മുടെ വേലി പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഭക്തരായി ജീവിപ്പാൻ കഴിയാതെ പോകുന്നത്. ശ്രദ്ധിക്കണം, നമ്മെ ദൈവം തൻ്റെ തോട്ടമാക്കി തനിക്കുള്ളവരാക്കി നമ്മെ വേലി കെട്ടി സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഭക്തിയോടെ ജീവിപ്പാൻ ആവശ്യമായതൊക്കെ നമ്മുടെ ദൈവം നമുക്ക് നൽകുവാൻ ഇടയാകും. പത്രോസ് അപ്പോസ്തലനാണ് നമ്മെ ഓർപ്പിക്കുന്നുണ്ടെന്താണ്? കർത്താവിൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ തോട്ടമാക്കി നമുക്ക് ചുറ്റും വേലി കെട്ടി നമ്മെ തനിക്കുള്ളവരാക്കി തന്റെ അധീനതയിൽ താൻ കൊണ്ടുവന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ അക്ഷരീകവും ആത്മീകവുമായതൊക്കെ നമുക്ക് നൽകുവാനിടയാകുന്നു. 2 പത്രോസ് 1:3. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ദാനത്തെ നാം ശ്രദ്ധിക്കുമ്പോൾ ഒന്നാമത് ജീവന് വേണ്ടിയത്, രണ്ടാമത് ഭക്തിക്ക് വേണ്ടിയത്. എന്താണ് ജീവന് വേണ്ടിയെന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് നാം പഠിക്കുന്നുണ്ട്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ ജീവനായിക്കൊണ്ട് വിചാരപ്പെടരുതെന്ന് പറയുന്നു. ആകയാൽ തന്നെ ആ വാക്യം നമ്മെ വ്യക്തമായി ഉണർത്തുന്നു. എന്താണ്? നമ്മുടെ അക്ഷരീക നന്മകൾ, അക്ഷരീക ജീവിതത്തിന് ആവശ്യമായതൊക്കെ നമുക്ക് തരുന്ന അനുഭവമാണ് നമ്മെ ജീവനുള്ളതൊക്കെ നൽകി അനുഗ്രഹിക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. വീണ്ടും ഭക്തിക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആത്മീക ജീവിതത്തിന് ആവശ്യമായതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലാണ് നാം വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നാം അനുഗ്രഹിക്കപ്പെടുവാനിടയാകുന്നത് നമ്മുടെ ഭക്തിയോടുകൂടിയ ജീവിതത്തിന് ആവശ്യമായത് നൽകുന്നതാണ്. ചുരുക്കത്തിൽ ഒരു ദൈവ പൈതലിനെ ദൈവം തന്റെ കരത്തിൽ മറച്ച് സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ വേലികെട്ടി സൂക്ഷിക്കുവാനിടയാകുമ്പോൾ, ദൈവസഭയെ ദൈവം വേലികെട്ടി സൂക്ഷിക്കുവാനിടയാകുമ്പോൾ ആ സഭയ്ക്ക് ആവശ്യമായതൊക്കെ, ആ വ്യക്തിക്ക് ആവശ്യമായതൊക്കെ ജീവന് വേണ്ടിയതും ഭക്തിക്ക് വേണ്ടിയതും അക്ഷരീകമായതും ആത്മീകമായതും നൽകി ദൈവം സഹായിപ്പാൻ അനുഗ്രഹിപ്പാൻ ഇടയാകുന്നു. എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതൊക്കെ കർത്താവ് നൽകുവാനിടയാകുന്നു. എന്താണ് കർത്താവിന്റെ ആഗ്രഹം? എന്തിനാണ് കർത്താവ് നമുക്കിത് നൽകുന്നത്? യെശയ്യാ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരിക്കുന്ന ഒരു തോട്ടക്കാരന്റെ അനുഭവം. എന്നാൽ കായ്ച്ചത് എന്താണെന്നാണ്? കാട്ടുമുന്തിരിങ്ങ കായ്പാനിടയാകുന്നു എന്നാണ്. ദൈവമക്കളെ, നമ്മെ തോട്ടത്തിലാക്കി വേലി കെട്ടി നമുക്ക് ആവശ്യമായതൊക്കെ തന്നു കഴിഞ്ഞിട്ട് നാം കായ്ക്കേണ്ടത് നല്ല മുന്തിരിങ്ങ ആയിരിക്കയാൽ മുന്തിരിങ്ങ കായ്പാൻ നമുക്ക് കഴിയാതെ നാം കായ്ക്കുന്നത് കാട്ടുമുന്തിരിങ്ങയായി തീർന്നാൽ എന്താണ് സംഭവിക്കുക? അവിടെ യെശയ്യാ 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം വേലി പൊളിച്ചു കളയുവാനിടയാകുമെന്നാണ്. വേറെ ഒന്നും ചെയ്യുമെന്ന് പറയുന്നില്ല കേട്ടോ. മറ്റൊരു കാര്യമേ ചെയ്യുമെന്ന് പറയുന്നുള്ളൂ. കല്ല് പെറുക്കി കളഞ്ഞാൽ കല്ലുതിച്ച് പറക്കിയിടുമെന്ന് പറയുന്നില്ല. ഗോപുരം നാട്ടുകാരും താർത്ത് കളയുമെന്ന് പറയുന്നില്ല. ചക്ക ഉണ്ടാക്കി അത് നശിപ്പിച്ച് കളയുമെന്ന് പറയുന്നില്ല. അതൊന്നും വിഷയത്തിൽ വരുന്നേ ഇല്ല. ഫസ്റ്റ് ദൈവം ചെയ്ത കാര്യം എന്താണ്? വേലി കെട്ടി. ആ വേലി എന്ത് ചെയ്യുമെന്നാണ്? ദൈവം പൊളിച്ച് കളയും എന്ന് പറയുന്നു. യെശയ്യാ 5-ാം അധ്യായത്തിന്റെ 2-ാം മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങയത്രേ. ആകയാൽ വരുവിൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ച് കളയും, അത് തിന്നുപോകും. മതിൽ ഞാൻ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, നാം കാട്ടുമുന്തിരിങ്ങായാണ് കായ്ച്ചതെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന മുന്തിരിഫലം കായ്പാൻ നമുക്കിടയാകാതെ കാട്ടുമുന്തിരിങ്ങയാണ് കായ്ച്ചതെങ്കിൽ ദൈവം നമ്മുടെ വേലിയെ പൊളിച്ചു കളയും, മതിൽ ഇടിച്ചു കളയുമെന്നാണ്. നാം തിന്നുപോകുവാൻ, പിശാചിനാൽ അഥവാ ശത്രുവിനാൽ നശിപ്പിക്കപ്പെടുവാൻ നമുക്കിടയായിട്ട് നാം ചവിട്ടി മെതിച്ച് നശിച്ചു പോകുവാൻ ഇടയാകുന്ന ഒരനുഭവം. ശ്രദ്ധിക്കണേ, വേലി പൊളിച്ചതാരാണ്? ദൈവമാണ്. പൊളിക്കുവാൻ കാരണം എന്താണ്? നാം കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് വേലി പൊളിഞ്ഞു എന്ന് ചോദിച്ചാൽ, അഥവാ ആരാണ് വേലി പൊളിച്ചതെന്ന് ചോദിച്ചാൽ നാം ആണ് വേലി പൊളിച്ചത്. എന്താ കാരണം?
നാം കാട്ടുമുന്തിരിങ്ങ കായ്ച്ചു എന്നുള്ളതാണ് അതിന്റെ റീസൺ. ആ കാട്ടുമുന്തിരിങ്ങ കായ്ക്കാതിരുന്നെങ്കിൽ ആ വേലി പൊളിയത്തില്ലായിരുന്നു, മതിലിടിയത്തില്ലായിരുന്നു. ഇന്ന് മതിലിടിഞ്ഞെങ്കിൽ, വേലി പൊളിഞ്ഞെങ്കിൽ കാരണക്കാർ നമ്മളാണ്, നാം തന്നെയാണത് പൊളിച്ചത്. കാരണം നാം മുന്തിരിങ്ങ കായ്ക്കേണ്ടതിന് പകരം കാട്ടുമുന്തിരിങ്ങ കായ്ക്കുവാൻ ഇടയാകുന്നു. ദൈവം നമ്മെ ആത്മീയരാക്കി, ആത്മീയ അനുഭവങ്ങളൊക്കെ നൽകി ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ ആഗ്രഹിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് വിശിഷ്ട ഫലങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ വെളിപ്പെടുന്നത് ജഡത്തിന്റെ പ്രവർത്തികളാണെങ്കിൽ ഈർഷ്യ, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ മുതലായ പ്രാകൃത സ്വഭാവങ്ങളാണ് നമ്മിൽ വെളിപ്പെടുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, നാം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ ഭക്തിയോടെ ജീവിപ്പാൻ കഴിയാതെ വണ്ണം അഭക്തരായും കപടഭക്തിക്കാരായും ഒക്കെ നാം ജീവിക്കുന്നെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. ദൈവം നമ്മുടെ വേലി പൊളിച്ചു കളഞ്ഞു. ആ വേലി പൊളിച്ചു കളയുവാൻ കാരണമെന്ന് ചോദിച്ചാൽ, നാം ഈ വിധമായി നല്ല മുന്തിരിങ്ങ കായ്ക്കേണ്ടതിന് പകരം കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്നവരായി തീർന്നതാണ്. ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കേണ്ടതിന് പകരം നാം പ്രാകൃത സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുന്നവരായി തീരുന്നു. 1 കൊരിന്ത്യർ 3:3 നാം വായിക്കുന്നു, നിങ്ങളിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എന്നാണ്. ഈ പ്രാകൃത സ്വഭാവങ്ങള്, ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ ഉണ്ടായാൽ പോലും നാം ദൈവമക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും, ദൈവഭക്തർ എന്ന സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടും. നാം പ്രാകൃതരായി, ജഡീകരായി, ലോകമനുഷ്യരെ പോലെ, മറ്റുള്ളവരെ പോലെ ജീവിക്കുന്നവരാകും. ദൈവമക്കളെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭക്തി നഷ്ടപ്പെട്ടു പോയിട്ട് നാം അഭക്തരായി തീരുവാൻ കാരണം നമ്മിലെ പ്രാകൃത സ്വഭാവങ്ങളെ കളയുവാൻ നമുക്ക് കഴിയാതെ കൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ കഴിവില്ലാത്തവരായി നാം ജീവിക്കുന്നത് കൊണ്ടാണെന്ന് ഉണരുവാനിടയാകട്ടെ. സഭാപ്രസംഗിയിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് സഭാപ്രസംഗി 10:8. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. പൊളിച്ചതാരാ? നമ്മൾ പറയും ദൈവമാണ് പൊളിച്ചതെന്ന്. സത്യമാണ് കേട്ടോ. പക്ഷെ പൊളിക്കാൻ കാരണക്കാരാരാണ്? നാമാണ്. നമ്മിലെ കാട്ടുമുന്തിരിങ്ങയാണ് നമ്മുടെ മതിൽ പൊളിയുവാൻ കാരണമായിരുന്നെങ്കിൽ പാമ്പ് കടിക്കുന്നത് ആരെ ആയിരിക്കും? നമ്മെ ആയിരിക്കും കേട്ടോ. ചിലരുടെയൊക്കെ ജീവിതത്തിൽ പിശാചിനാൽ പിടിക്കപ്പെട്ടവരായി സർപ്പം, പഴയ പാമ്പായ മഹാസർപ്പം പിശാച് പലരെയും പിടിച്ചിട്ട് അനാത്മികരായി, പ്രാകൃതരായി ജീവിക്കുന്നതിന്റെ കാരണം അതാണ്. ദൈവമക്കളെ, നമുക്കത് ഉണ്ടാകരുത്. നാം എപ്പോഴും ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവരായി, വിശിഷ്ട ഫലങ്ങളായി തീരുവാൻ ഉത്സാഹിച്ചുകൊണ്ട് ദൈവം നമുക്ക് അക്ഷരീയമായ നന്മകളെ നൽകി, ആത്മീയ അനുഗ്രഹങ്ങളെ നൽകി നമ്മെ പരിപാലിച്ച് സൂക്ഷിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നാം ആത്മീയരായി ജീവിച്ച് വിശിഷ്ട ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകുമെങ്കിൽ ദൈവം നമ്മെ വേലിക്കെട്ടി സൂക്ഷിക്കുവാനിടയാകും. ഈ വേലിക്കെട്ടിൽ നാം ജീവിക്കുന്നിടത്തോളം കാലം നാം ഭക്തരായിരിക്കാനിടയാകുമെന്നാണ്. ഭക്തിയോടെ ജീവിക്കാൻ നമുക്കിടയാകും. ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്? ഭക്തി എന്ന് പറയുന്നത്. ഒരുപക്ഷെ ദൈവത്തെ അറിയാതെ ജീവിച്ച ജീവിത കാലഘട്ടത്തിലാണെങ്കിൽ പോലും നമ്മിൽ ഒരു ഭക്തിയുടെ അനുഭവം ഉണ്ട് എങ്കിൽ, അഥവാ ഭക്തരാകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എങ്കിൽ, തീർച്ചയായിട്ടും ദൈവമക്കളെ, ദൈവം നമ്മെ ദൈവീയ ശ്രേഷ്ഠതയിലേക്ക് നടത്തുമെന്നുള്ളതാണ് സത്യം. നാം അപ്പസ്തോല പ്രവർത്തികൾ പഠിക്കുമ്പോൾ കൊർന്നേലിയോസിനെ കുറിച്ച് നമുക്കറിയാം. തന്നെ കുറിച്ചുള്ള കർത്താവിന്റെ സാക്ഷ്യം എന്താണ്? താൻ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നെന്നാണ്. രക്താംബരം വിൽക്കുന്നവളായ ലുദ്ധിയായെ കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ അവളെ കുറിച്ച് നാം വായിക്കുന്ന സാക്ഷ്യം ഇതാണ്. ദൈവഭക്തയായ ഒരു സ്ത്രീ എന്നാണ് അവളെ കുറിച്ച് പറയുന്നത്. പല ഭാഗങ്ങളിൽ നാം ശ്രദ്ധിക്കുമ്പോൾ പല പ്രിയപ്പെട്ടവരും ദൈവിക അനുഭവങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെടുവാനിടയായത് അവർ തങ്ങളുടെ ജീവിതത്തിൽ ഭക്തി ആഗ്രഹിച്ചിരുന്നവർ കൊണ്ടാണ്, അഥവാ അവരിൽ ഒരു ഭക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു നാമം ഈ ദൈവിക അനുഭവത്തിലേക്ക് വരുവാൻ കാരണമായത് നമ്മുടെ ജീവിതത്തിന്റെ ഭക്തിയാണ്. ആ ഭക്തിയെ കർത്താവ് ഉറപ്പിച്ചല്ലെങ്കിൽ ശ്രേഷ്ഠതയിലേക്ക്
കൊണ്ടുവരുവാൻ ഇടയാകുന്ന ഒരു അനുഭവം, അഥവാ നാം തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ ദൈവം മുൻപാകെയുള്ള നിർമ്മലമായ ഭക്തി എന്നൊരനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനിടയാകും. നിർമ്മലമായ ഭക്തി. നാം ഭക്തരാണ്, ശരിയാണ്. പക്ഷെ നമ്മുടെ ഭക്തിയുടെ അനുഭവം ദൈവം മുൻപാകെ വരുമ്പോൾ ദൈവം മുൻപാകെ നിർമ്മലമായ ഭക്തിയായി തീരുവാനിടയാകണമെന്നാണ് യാക്കോബിന്റെ ലേഖനം 1-ാം 27 പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. ദൈവം മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. അതാണ് ദൈവമക്കളെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. മുമ്പിൽ നാം ചിന്തിച്ച പോലെ അപ്പോസ്തല പ്രവൃത്തികളിൽ നാം വായിക്കുന്ന വ്യക്തികളിലൊക്കെ എന്തുണ്ടായിരുന്നു? ഭക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അവരൊക്കെയും ഭക്തരായിരുന്നു. എന്നാൽ ആ ഭക്തി ദൈവസന്നിധിയിൽ ഏത് നിലയിലുള്ള ഭക്തിയായി മാറണം? തിരുമുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയായത് മാറുവാൻ ഇടയാകേണ്ടിയിരിക്കുന്നു. ആ അനുഭവം നാം ഉണരുമ്പോൾ ഈ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി എന്ന് പറയുന്നത് നമ്മെ കർത്താവിന്റെ വരവിന് യോഗ്യരാക്കി തീർക്കുന്ന അനുഭവമായി നമുക്ക് ഉണരുവാൻ ഇടയാകും. നാം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ അവനിൽ ഈ പ്രത്യാശയുള്ളവനൊക്കെയും ആരായിരിക്കണമെന്നാണ്? കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ നിർമ്മലനായി തീരുവാൻ ഇടയാകണമെന്ന് വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുന്നവരായി തീരുവാൻ നമുക്കിടയാകേണ്ടതിന് നമ്മിൽ വെളിപ്പെടേണ്ട അനുഭവം എന്ന് പറയുന്നത് നിർമ്മലമായ ഒരു അനുഭവമാണ്. നമ്മുടെ കർത്താവ് നിഷ്കളങ്കനായിരിക്കുന്നത് പോലെ, അഥവാ നിർമ്മലനായിരിക്കുന്നത് പോലെ നാം നിഷ്കളങ്കരായി നിർമ്മലരായി തീരുവാൻ നമുക്കിടയാകണം. ആ നിലയിലുള്ളൊരു നിർമ്മലമായ ഭക്തി, ശുദ്ധമായ ഭക്തി, അത് കർത്താവ് നമുക്ക് തരും. അഥവാ നമ്മുടെ ഭക്തിയെ ദൈവികമായ അനുഭവത്തിന്റെ ശ്രേഷ്ഠതയിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം നമുക്ക് ആവശ്യമായതൊക്കെ നൽകുന്നതിനാൽ ജീവന് വേണ്ടിയത് മാത്രമല്ല ഭക്തിക്ക് വേണ്ടിയതൊക്കെയും നൽകി നമ്മെ പരിപാലിക്കുന്നതിനാൽ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം തിരുമുൻപാകെ നിർമ്മലമായ ശുദ്ധമായ ഭക്തിയുള്ളവരായി തീരുവാൻ ഇടയാകുന്നു. ആ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിപ്പാൻ ഇടയാകുന്നത്. നമുക്കത് മാനുഷികമായി തന്നെ ചിന്തിച്ചാൽ അറിയാം. ലോകത്തിൽ എത്രയോ മനുഷ്യരാണ് ഭക്തരായി ജീവിക്കുന്നത്. മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവർ, മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവരൊക്കെ ഭക്തരായിട്ടാണ് ജീവിക്കുന്നത്. അവരുടെ ആത്മീയ ജീവിതം അവർ ഭക്തിയിലാണ് മുൻപോട്ട് നയിക്കുവാൻ ഇടയാകുന്നത്. എന്നാൽ അവർക്ക്, അഥവാ അവരുടെ ഭക്തിക്ക് ദൈവം മുൻപാകെയുള്ള ശുദ്ധമായ നിർമ്മലമായ ഒരു അനുഭവം പ്രാപിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. ആകയാൽ തന്നെ അവർ ആ തങ്ങളുടെ ആ അഭക്തിയിൽ, അഥവാ ആ കപടഭക്തിയിൽ, അല്ലെങ്കിൽ അവർ അറിയാതെ കൊണ്ട് പോകുന്ന ആ ഭക്തിയുടെ അനുഭവത്തിൽ അവർ അവസാനിക്കുകയാണ്. ആ ഭക്തി മറ്റ് ജീവിതങ്ങൾ, അവരുടെ അറിവിൽ അവർ ചെയ്യുന്ന ആ ഭക്തിയുടെ ജീവിതം നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഭക്തി അല്ലായകയാൽ, അഥവാ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, ദൈവം ചിന്തിക്കുന്നതായ ഒരു നിർമ്മലമായ നിഷ്കളങ്കമായ ഭക്തി അല്ലായകയാൽ അവർക്ക് ആ ദൈവിക ശ്രേഷ്ഠത പ്രാപിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ ആ ജീവിതത്തിൽ അന്ന് ഭക്തരായി ജീവിച്ചിരുന്നവര്, കൊർന്നേലിയോസിനെ പോലെയുള്ളവർ, പിന്നെ ലുദിയായെ പോലെയുള്ളവരൊക്കെ ദൈവം വിളിച്ച് തനിക്കുള്ളവരാക്കി തന്റെ അടുക്കൽ കൊണ്ടുവന്ന് താൻ അവർക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ച് അവർക്ക് ആവശ്യമായ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തതുവാ അവരുടെ ഭക്തി നിർഭരമായ ജീവിതത്തിന് ആവശ്യമായതൊക്കെ കൊടുക്കുന്നതിനാൽ അവരുടെ ഭക്തി വർദ്ധിക്കുവാനിടയാകുന്നു, ഭക്തി വളരുവാനിടയാകുന്നു. ദൈവിക അനുഭവത്തിന്റെ അവസ്ഥകൾക്ക് ഏറ്റവണ്ണം അവരുടെ ഭക്തി ശ്രേഷ്ഠമായി തീരുവാനിടയാകുന്നു. അങ്ങനെ നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ, സർവശക്തനായ യഹോവയുടെ മുൻപാകെ ആ ഭക്തി എന്തായി തീരുകയാണ്? ശുദ്ധമായ ഭക്തിയായി, നിർമ്മലമായ ഭക്തിയായി തീരുവാനിടയാകുന്നു. ഇതാണ് ദൈവമക്കളെ ദൈവം നമുക്ക് ചുറ്റും വേലി കെട്ടി സൂക്ഷിക്കുന്നതിനാൽ നാം പ്രാപിക്കുന്ന ഭക്തിയുടെ അനുഭവം എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പോലെ തന്നെ നാമും ഭക്തരാണെന്ന് ചിന്തിക്കുന്ന ചിന്ത മാറണം കേട്ടോ. മറ്റുള്ളവർക്കുള്ള ഭക്തിയല്ല നമുക്കുള്ളത്. നമ്മുടെ ഭക്തി നമുക്ക് ദൈവം തരുന്ന, നമ്മെ ഭക്തിയിൽ വളരുമാറാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാൽ നാം പ്രാപിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെ മുൻപാകെ യഥാർത്ഥമായി ശുദ്ധമായ ഭക്തിയാണ്. അത് നിർമ്മലമായ ഭക്തിയാണ്. ആ ഭക്തി ഉള്ളവരായി നാം മാറുമ്പോൾ, ആ ഭക്തിയുടെ അനുഭവത്തിലേക്ക്
നാം വരുമ്പോൾ നമുക്കുള്ള ധൈര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ച തന്റെ ജീവിത കാലഘട്ടത്തിൽ താൻ ഭക്തനായി ജീവിച്ചു എന്നാണ് പറയുന്നത്. താൻ ദൈവഭക്തിയോട് ഭയഭക്തിയോട് ജീവിപ്പാൻ ഇടയായി എന്നാണ്. തന്റെ ഭയഭക്തിയുടെ അനുഭവം നിമിത്തം താൻ പ്രാപിച്ച ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാൻ കഴിയുമെന്നാണ്. തന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നാണ്. മരണത്തിൽ നിന്ന് തന്നെ വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചിട്ട് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിപ്പാൻ ഇടയായി എന്ന് വായിക്കുന്നു. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ച് ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു എന്ന് വായിക്കുന്നു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കാൻ ഇടയാകുന്നു. ഭയഭക്തി നിമിത്തമാണ് യേശുവിന് ഉത്തരം ലഭിച്ചതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളെ നമ്മെ കർത്താവ് കൊണ്ടുവരുന്നത് ആ നിർമ്മലമായ ഭക്തിയിലേക്ക്, അഥവാ കർത്താവിൽ ഉണ്ടായിരുന്ന അതേ ഭയഭക്തിയിലേക്ക് നാം വരുമ്പോൾ തീർച്ചയായും നമുക്കുണ്ടാകുന്ന അനുഭവം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാകുമെന്നുള്ളതാണ്. മരണത്തിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം നമ്മെ നിത്യ ജീവനുള്ളവരാക്കി തീർക്കേണ്ടതിന് നമ്മുടെ പ്രാർത്ഥന കേൾക്കുവാൻ ഇടയാകും. ഇവിടെ യേശുവിന്റെ പ്രാർത്ഥന ഭയഭക്തി നിമിത്തം കേട്ടു എന്ന് പറയുമ്പോൾ, നാം കർത്താവിന്റെ വരവിൽ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി കേൾക്കേണ്ട ഒരു പ്രാർത്ഥനയുടെ അനുഭവം ലൂക്കോസ് സുവിശേഷം 21-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നാം വായിക്കുന്നത് എന്താണ്? സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും പിന്നെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്ന് പറയുന്നു. ലൂക്കോസ് 21-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം. അവിടെ ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുമ്പോൾ എന്തിനാണ്? കർത്താവിന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിനാണ്. ചുരുക്കത്തിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ കർത്താവ് തന്റെ കരത്തിൽ മറച്ച് നമ്മെ വേലികെട്ടി സൂക്ഷിച്ച് നമുക്ക് ആവശ്യമായതൊക്കെ നൽകി നമ്മെ പരിപാലിച്ചിട്ട് നാം നിത്യജീവൻ പ്രാപിക്കുകയും ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ നാം ആ ഭക്തിയോടെ ജീവിച്ച് യഥാർത്ഥമായി ദൈവഭക്തരായി ജീവിച്ച് കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ നമുക്കിടയാകുമെന്ന് നാം ചിന്തിക്കുമ്പോൾ അതിനു മുൻപ് മറ്റൊരു വിഷയത്തിലേക്ക് കൂടെ നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. എന്താണ് ആ ചിന്ത എന്ന് ചോദിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിലാണോ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അറിയുന്നു എന്ന് കർത്താവ് പറയുന്നു. മാത്രമല്ല വീണ്ടും കർത്താവ് 6-ാം അധ്യായത്തിലാണോ നമ്മോട് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ സ്വർഗീയ പിതാവ് ഇവയൊക്കെയും നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് അറിയുന്നു എന്ന് പറയുന്നു. എന്നിട്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്താണ് കർത്താവ് പറയുന്നത്? അതിന്റെ 7-ാം വാക്യമാണോ? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ശ്രദ്ധിക്കണേ, കർത്താവ് നമ്മുടെ ആവശ്യം നാം ചോദിക്കുന്നതിന് മുൻപേ അറിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം വേണമെന്നുള്ളത് വ്യക്തമായി കർത്താവ് അറിയുന്ന നമ്മുടെ സ്വർഗീയ നല്ല പിതാവാണ്. പക്ഷെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? വെറുതെ കണ്ണു തുറന്ന് മേലോട്ട് നോക്കിയിരുന്ന് കിട്ടുന്നില്ല കേട്ടോ. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇല്ല, പ്രാർത്ഥിച്ചാലും പോരാ. എന്ത് വേണം? യാചിക്കുവാനിടയാകണമെന്നാണ്. അങ്ങനെയെങ്കിൽ ശരിയായ ആവശ്യബോധത്തോട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? നമുക്ക് ആവശ്യമായ നന്മകൾ, അനുഗ്രഹങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായത് നമുക്ക് ലഭിക്കത്തുള്ളൂ. ഈ ചിന്ത നാം മനസ്സിൽ വെച്ചുകൊണ്ട് മറുഭാഗത്തേക്ക് നാം വരണം. എന്താണ്? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുന്നത് കർത്താവ് നമ്മെ സൂക്ഷിച്ചിട്ട് നാം നിത്യജീവനുള്ളവരായി ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അഥവാ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടണമെന്ന ആഗ്രഹത്തോടെയാണ് നാം കർത്താവിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണി
ആയിരിക്കുന്നത്. നമ്മുടെ ആഗ്രഹം അതാണ്. ആ ആഗ്രഹം ദൈവത്തിന്റെ ഇഷ്ടവുമാണ്. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ നമ്മെ ഉയർപ്പിക്കണം എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമാണ്. യേശു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനുവേണ്ടിയാണ് യേശു ലോകത്തിൽ വന്നതെന്ന് നാം ഉണരുവാനിടയാകുന്നു. ഇതൊക്കെ ശരിയാണ്. പക്ഷെ പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാപിക്കണമെങ്കിൽ എന്ത് വേണം? ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടണമെങ്കിൽ, അഥവാ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാൻ പ്രാപ്തരാകണമെങ്കിൽ കൈ കെട്ടിക്കിടന്ന് ഉറങ്ങിയാൽ പോരാ കേട്ടോ. ഞാനിപ്പോ ദൈവത്തിന്റെ സമയാന്തോട്ടത്തിലാണ്. കർത്താവിന്റെ വേലികെട്ടി സൂക്ഷിച്ചിട്ടുണ്ട്. അഥവാ ഞാൻ കർത്താവിന്റെ കാന്തയാണ്, കർത്താവിന്റെ വേലിക്കെട്ടിലാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഭക്തിയോടെ ജീവിക്കുന്നു. എനിക്ക് ദൈവസന്നിധിയിൽ ദൈവഭക്തി നൽകിയിട്ടുണ്ട്. തിരുമുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോടെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് കർത്താവിനെ എടുത്തുകൊള്ളും, ഞാൻ കർത്താവിന്റെ വരയിൽ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ 10 കന്യകമാർ കിടന്ന് ഉറങ്ങിയതുപോലെ നാമും ഉറങ്ങിയാൽ സംഭവിക്കുന്ന എന്താണ്? കൈവിടപ്പെട്ടു പോകുക കേട്ടോ. പകരം എന്ത് ചെയ്യണമെന്നാണ്? ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പാൻ യേശു പറയുന്നു. യജമാനൻ എപ്പോൾ വന്ന്, മണവാളൻ എപ്പോൾ വന്ന് കഥകിൽ മുട്ടുമെന്നറിയേണ്ടതിന് ഉണർന്നിരിപ്പിനെന്ന് പറയുന്നു. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിനെന്ന് പറയുന്നു. ഉണർവോടെ കാത്തിരിക്കുന്നവരായി, ആവശ്യബോധത്തോട് പ്രാർത്ഥിക്കുന്നവരായി തീരുമ്പോഴാണ് ദൈവത്തിൽ നമുക്കത് പ്രാപിപ്പാനിടയാകുന്നത്. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നാം കാണുന്നത് എന്താണ്? സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും പിന്നെ മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിത്യജീവൻ പ്രാപിച്ച് ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തു വേണം? ദൈവസന്നിധിയിൽ ഉണർന്ന് പ്രാർത്ഥിക്കുവാനിടയാകണം. സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ളവരായി, ദൈവസന്നിധിയിൽ ആർത്തിയുള്ളവരായി, ആഗ്രഹമുള്ളവരായി കാത്തിരിക്കുന്നവരുടെ ജീവിതത്തിലാണ് ഈ ഭക്തി പ്രയോജനപ്പെടുവാനിടയാകുന്നത്. എന്താണ് ഭക്തി കൊണ്ടുണ്ടാകുന്ന വിശേഷത? യേശുവിന്റെ ഭക്തി കൊണ്ട് യേശുവിനുണ്ടായ പ്രയോജനം എന്താണ്? യേശു ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിച്ചു. പക്ഷെ ഉത്തരം ലഭിച്ചത് എന്തുകൊണ്ടാണ്? യേശുവിൽ ഭയഭക്തി ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നാം കർത്താവിന്റെ വരവിനെ ആഗ്രഹിച്ചുകൊണ്ട് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ എന്തു വേണം? ജീവിതത്തിൽ എന്തു വേണം? ദൈവമുൻപാകെയുള്ള ശുദ്ധവും നിർമ്മലമായൊരു ഭക്തി വേണം. അഥവാ ഭയഭക്തിയുള്ളവരായി കാണപ്പെടണം. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ചില സമുദായക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ വളരെ താല്പര്യത്തോടെയാണ് പറയുന്നത്, ഞങ്ങൾ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നു എന്ന്. അവരുടെയൊക്കെ പ്രസംഗങ്ങൾ നിന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, വളരെ ശക്തമായി അവർ പഠിപ്പിക്കുന്നുണ്ടെന്ന് കർത്താവ് വീണ്ടും വരുവാൻ ഇടയാകുമെന്ന്. പക്ഷെ ആ സമുദായാംഗങ്ങളുടെ ഈ ഉപദേശം കേൾക്കുന്നവരും ഈ ഉപദേശം പഠിപ്പിക്കുന്നവരുമായവരുടെ ജീവിതം പരിശോധിച്ചാൽ എന്തില്ല? ഭക്തിയോടുകൂടി ഒരു ജീവിതം അവർക്കില്ല എന്നുള്ളതാണ് സത്യം. എല്ലാ പാപ സ്വഭാവങ്ങളിലും ഉൾപ്പെട്ടുകൊണ്ടാണ് അവർ ജീവിപ്പാൻ ഇടയാകുന്നത്. പക്ഷെ അവരുടെ ആഗ്രഹം എന്താണ്? അഥവാ അവരുടെ പ്രാർത്ഥന എന്താണ്? കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ഇടയാകുമെന്നാണ്. അവരും താല്പര്യത്തോടെ കാത്തിരിക്കുകയാണ്. എന്തിന്? കാഹളം ധരിക്കുവാൻ. പക്ഷെ നമുക്കറിയാം അവരെടുത്തുകൊള്ളപ്പെടത്തില്ല എന്ന്, അഥവാ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ലെന്ന്. കാരണം എന്താണ്? അവർക്ക് ദൈവമുൻപാകെയുള്ള നിർമ്മലമായ ശുദ്ധമായ ഒരു ഭക്തിയില്ല. അതുകൊണ്ട് തന്നെ അവർ കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല എന്നുള്ളതാണ് സത്യം. ഇവിടെയാണ് ദൈവമക്കളെ, ദൈവം നമ്മെ സൂക്ഷിക്കുന്ന സൂക്ഷിപ്പിൽ നാം ആയിരുന്ന്, അഥവാ ദൈവം നമ്മെ വേലികെട്ടി സൂക്ഷിക്കുന്ന സൂക്ഷിപ്പിൽ നാം ആയിരുന്ന് ദൈവം മുൻപാകെ ഭക്തിയോടെ ജീവിക്കുന്നതിനാൽ നമുക്ക് ലഭ്യമാകുന്ന പ്രയോജനം, നാം ഭക്തിയോടെ ജീവിച്ചിട്ട് ഭയഭക്തിയോടിരുന്ന് കർത്താവേ എന്നെ തിരുസന്നിധിയിൽ ചേർത്ത് കൊള്ളണമേ, അങ്ങയുടെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാൻ എനിക്കും ഇടയാകണമേ, എന്നെ അതിന് പ്രാപ്തനാക്കണമേ
പ്രാപ്തനാക്കണമേ, എന്നെ പ്രാപ്തയാക്കണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ആ ഭയഭക്തിയോട് കൂടിയ ജീവിത നിമിത്തമായി കർത്താവ് ഈ പ്രാർത്ഥന കേൾക്കുവാനിടയാകും. എന്ത് ചെയ്യും ദൈവം? നമ്മെ പ്രാപ്തരാക്കും. പ്രാപ്തി ആരാ നൽകേണ്ടത്? അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സ്വയമായി ഞങ്ങളിൽ നിന്ന് തന്നെ വരുമ്പോലെ സ്വയമായി സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. സ്വയമായി സങ്കല്പിച്ച് നമ്മുടെ കഴിവ് കൊണ്ട് മെടുക്കുകൊണ്ട് കർത്താവിന്റെ വരവിൽ പോകാമെന്ന് നമുക്ക് സാധിക്കത്തില്ല. ദൈവമക്കളെ, നാം മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകണം. ആ പ്രാപ്തി നമുക്ക് നൽകുന്നത് ആരാണ്? ദൈവമാണ്. ദൈവത്തിന്റെ ദാനമാണ് പ്രാപ്തി. ആ പ്രാപ്തി നാം പ്രാപിക്കണമെങ്കിൽ നമ്മിൽ എന്താവശ്യമാണ്? ഒന്നാമത് പ്രാർത്ഥന അഥവാ യാചന ആവശ്യം. രണ്ടാമത് ആ യാചന കേൾക്കത്തക്കവണ്ണമുള്ള ഒരു ഭക്തിയോട് കൂടിയ ജീവിതം നമുക്ക് ആവശ്യം. ദൈവം മുൻപാകെ ശുദ്ധവും നിഷ്കളങ്കവുമായ നിർമ്മലമായ ഒരു ഭക്തി നമുക്കുണ്ടെങ്കിൽ ഭയഭക്തിയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹത്തെ മാനിച്ച് നമ്മുടെ പ്രാർത്ഥന കേട്ട് കർത്താവ് നമ്മെ രക്ഷിക്കുവാനിടയാകും, നിത്യരക്ഷ പ്രാപിപ്പാനിടയാകും. ആകയാൽ ശ്രദ്ധിക്കണേ, ദൈവം നമ്മെ സൂക്ഷിക്കുന്നതിനാൽ, ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇയ്യോബിനെ ദൈവം പേടി കെട്ടി സൂക്ഷിച്ചതിനാൽ സാത്താൻ അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. അവൻ ആരായെന്നാണ്? ഭക്തനായി എന്ന് പറയുന്നു. നാമും ദൈവഭക്തരായി തീരുവാൻ നമുക്കിടയാകുന്നത് ഈ ദൈവത്തിന്റെ വേലിക്കെട്ടിൽ സൂക്ഷിപ്പിൽ നാം ആയിരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നാം ഭക്തരായി ജീവിക്കുന്നതിനാൽ ദൈവസന്നിധിയിൽ ആർത്തിയോട് ആഗ്രഹത്തോട് ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയാകും. എന്റെ ആവശ്യം അറിയുന്ന കർത്താവ് എന്നെ അങ്ങയുടെ വരവിൽ ചേർത്ത് കൊള്ളുവാൻ താല്പര്യപ്പെട്ട് എന്നെ ഈ സഭയാ തോട്ടത്തിൽ ഈ വേൽക്കെട്ടിൽ കൊണ്ടുവന്നത് ഞാൻ അറിയുന്നു കർത്താവേ, എന്നാൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണെന്ന് ഉണരുന്നു എന്ന് പറഞ്ഞ് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവഭക്തിയോടുകൂടിയ ജീവിത നിമിത്തം അത് സ്വർഗത്തിൽ കേട്ട് ദൈവം ഉത്തരം അരുളിയിട്ട് ദൈവം നമുക്ക് ദാനമായി തന്റെ പ്രാപ്തി നൽകി നമ്മെ തിരുമുൻപാകെ നാം നിൽക്കുവാൻ പ്രാപ്തരാക്കി തീർക്കുമ്പോൾ നാം കർത്താവിന്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവാനിടയാകും. നിത്യജീവനുള്ളവരായി ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ ഉയർപ്പിക്കപ്പെടുന്നവരായി തീരുവാൻ നമുക്കിടയാകും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ഒരു അനുഭവം എന്താണ്? ദൈവം നമ്മെ വേലി കെട്ടി സൂക്ഷിക്കത്തക്കവണ്ണം നാം ദൈവത്തിന്റെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിപ്പാൻ ഇടയാകട്ടെ. ഒറ്റ വാക്കുകൂടെ ഓർപ്പിക്കട്ടെ സഹോദരങ്ങളെ, ദൈവം നമ്മുടെ വേലി പൊളിക്കുവാനിടയാകരുത്. ദൈവം നമ്മുടെ സൂക്ഷിപ്പ് എടുത്തു കളവാനിടയാകരുത്. ദൈവത്തിന്റെ കരത്തിൻ കീഴിലാണ്, ദൈവത്തിന്റെ വേലിക്കെട്ടിനുള്ളിലാണ്, മതിലിനകത്താണ് നാം എന്ന ചിന്തയോട് ആ അനുഭവത്തെ പ്രാപിച്ചുകൊണ്ട് ജീവിപ്പാൻ നമുക്കിടയാകുമെങ്കിൽ തീർച്ചയായിട്ടും നാം കർത്താവിന്റെ വരവയോഗ്യരായി എടുത്തുകൊള്ളപ്പെടുവാനിടയാകും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് കണ്ണുകളടച്ച് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. ആ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് നമ്മുടെ ദൈവം നമ്മെ കൊണ്ടുവരേണ്ടതിന് നാം ഈ നാൾക്കളിൽ മനഃപൂർവ്വമായി നമ്മെ ഏൽപ്പിച്ച് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമായിരിക്കയാൽ ആ ഗോപുരത്തിലേക്ക് ഓടിച്ചെല്ലുന്നവരായി അഭയം പ്രാപിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. നമ്മെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവിടുത്തെ ബലമുള്ള കരത്തിൻ കീഴിൽ താണിരിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകട്ടെ. ദൈവമായ കർത്താവ് നമ്മേവരെയും സഹായിച്ച് ആ ശ്രേഷ്ഠതയ്ക്ക് ഒരുക്കേണ്ടതിനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു.